പേപ്പേഴ്സ് ഒക്കെ മിസ്റ്റർ ജെയിംസ് ചെക്ക് ചെയ്തല്ലോ? യെസ്. പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? ഒരു പോയിന്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആണ്. അതാ വക്കീൽ പറയുന്നത്. ആ പാർട്ടിയുടെ ഒബ്ജക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി നമ്മളൊരു സേഫ് സൈഡിന്. എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ള അവകാശത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ല. ആ ബന്ധത്തിൽ കുട്ടികളില്ലാത്ത നിലയ്ക്ക് ഭാര്യയ്ക്ക് സ്വത്തിൽ എന്താ അവകാശം? ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഈ അമ്മാവൻ മരിച്ചു എന്നതിനും തെളിവില്ലല്ലോ. ഹീസ് മിസ്സിംഗ് അല്ലേ? ഒരു 15 വർഷമായിട്ട് യാതൊരു വിവരവുമില്ല. മരിച്ചിട്ടുണ്ടാവണം. ഒരു വിശ്വാസം, അല്ലാതെ തെളിവില്ല. സി മിസ്റ്റർ ബൽറാം, നാളെ ഈ സുഭദ്ര തമ്പുരാട്ടി കോർട്ടിൽ മൂവ് ചെയ്താൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. എന്തുവാ എന്തുവാ ഇതിനകത്തോട്ട് കോന്നുകൂട്ടി പുറത്തോട്ട് നിന്നാട്ടെ. ചിലക്കാണ്ട് പോയും പിള്ളേ. ആരാ കോലം വായിക്കാൻ വന്നത്? നിങ്ങളാ? നിങ്ങളെ മനസ്സിലായില്ല? എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോലം വാങ്ങിക്കണമെങ്കിൽ അപ്പൻ തമ്പുരാന്റെ അനുവാദം വാങ്ങണം. നിങ്ങളെ കുളപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഞങ്ങൾ വന്നത്. എടോ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. താൻ പോ. കുഴപ്പത്തിലാകാൻ പോണതേ ഇയാളാ. അത് ഒഴിവാക്കട്ടെ, വന്ന് തമ്പുരാനെ കാണും. സൗകര്യപ്പെട്ടില്ല. നിങ്ങൾക്ക് പോവാം. സാറേ, ഏതായി സ്ഥലം എന്നറിയോ? ട്രൗസർ അഴിഞ്ഞു പോവേ. മഹാ ചീത്ത നാടായത്. വരട്ടല്ലേ മാഷ്? കുട്ടി ആ മാഷ് പോയി വല്ല പണി നോക്ക്. വരട്ടല്ലടാ, അടിച്ച് മോന്തക്കുട്ടി തിരിച്ചളയും. ഉണ്ടാക്കരുത്. എന്തേ കാണിക്കുന്നത്? സർക്കാർ ടി വി എന്തായി കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞ കേക്കില്ല അല്ലേടാ. കുളപ്പുള്ളിക്കത് അറിയില്ലടാ. എന്താണ് മനുഷ്യന്മാരെ, ഒരാണൊരുത്തൻ ഇങ്ങനെ ഇട്ട് തല്ലുക? നീ ആരാടാ? ഞാനോ? എന്റെ പേര് ബാപ്പുന്ന, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ? നീ ഇവന്റെ കമ്പനി തന്നെയാ? എന്നാ നിനക്കും കിട്ടും. ഇല്ല മോനെ, അങ്ങനെ വൈക്കുന്ന അടി വാങ്ങി പൊരെ കൊണ്ടുപോണ പരിപാടി ബാപ്പുവിനില്ല. കണിമംഗലം കോലം വായിക്കാൻ വന്ന ടീമാണെങ്കിൽ ആ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് മണ്ണിൽ കുത്തണവന്റെ എല്ലാം കാലിയം വെട്ടിയെറിയും. അങ്ങനെ വെട്ടിയെറിയാൻ പറ്റിയ ഉണ്ണിപ്പിണ്ടി കാലേ നീ ഇതുവരെ കണ്ടു കാണൂ. ഞാനാ കണിമംഗലം കോലം വാങ്ങാൻ പോകുന്നത്. എന്റെ കാലിലെ 2 രോമം പിഴുതെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വരാം. നീ അവിടുത്തെ ഊച്ചാളി ചട്ടമ്പി, നീ ജെയിംസിനെ തല്ലിയോടാ? അന്നായുള്ളൂ. അങ്ങനെ വേണം, അങ്ങനെ വേണം. നീ ആരാ? മിസ്റ്റർ കേരളയാ മസിൽ പിടിച്ചോണ്ടിരിക്കുന്ന? മസിൽ വിടറാ, മസിൽ വിടാ. എഴുത്തച്ഛൻ. ഞാൻ സോമ്പിള്ള, ഗസ്റ്റ് ഹൗസ് മാനേജർ. അകത്തോട്ടിരിക്കാം. വരൂ. ബാപ്പു വാ. വേണ്ട മിസ്റ്റർ വർമ്മ, നിങ്ങൾ പ്രോപ്പർട്ടിയിൽ അവകാശമുള്ള മറ്റാളുകളുടെ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നന്നായില്ല. നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. കൊളപ്പുള്ളി അപ്പൻ തമ്പുരാന്റെ ഒരു വക ദുർവാശിയാണത്. ആര് വന്നാലും അനീതിയുടെ അവകാശം പറഞ്ഞ് അങ്ങോട്ട് മുടക്കുക. തൊഴുത്തി കെട്ടിയ പട്ടിയെ പോലെ. തിന്നയില്ല, തീറ്റിക്കയില്ല. സാറ് കോലം വാങ്ങാനുള്ള തീരുമാനം ഉപേക്ഷിച്ചോ? അത് അത്ര എളുപ്പം ഉപേക്ഷിക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ മിസ്റ്റർ പിള്ളേ. അത് ഈ കൊളപ്പുള്ളി അപ്പൻ തമ്പുരാനെ എനിക്കൊന്ന് കാണാൻ കഴിയോ? ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. മൂർഖന. പാമ്പിനോട് കളിക്കുമ്പോ മിനിമം മൂർഖനോട് തന്നെ കളിക്കണം. അപ്പോഴല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. എന്താ ബാപ്പു? അതെ, ഉഗ്രവശമുള്ള ജാതിയായിട്ടല്ലേ ഈ തമ്പുരാനും കണക്ഷൻ. ദോഷം വരില്ല. അപ്പൊ തമ്പുരാനാ ഏത് കൊല്ലത്തെ ആവോ? അതൊക്കെ നമുക്ക് വഴിയെ പറയെഴുത്തച്ചാ.
പാലക്കാട് ആളയച്ച് ആ വക്കീൽ മണിയേര് വെട്ട കോലവും രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് കൊടുക്കുന്ന ഒരു കള്ളാസം വാങ്ങണം. എന്താ അപ്പൻ? ചാടി അമർന്നൊഴിയടാ വങ്ക. ഞാൻ പറഞ്ഞത് അപ്പൻ കേട്ടില്ലാന്നുണ്ടോ? കേട്ട് ചെറിയച്ഛ, വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും. കോലവും വാങ്ങിക്കാൻ വന്നവൻ. ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും. ഇതിനപ്പുറത്തേക്ക് ഞാനില്ല. കണിമംഗലത്തുകാർ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാ. അതൊക്കെ പണ്ട് വികസം വരും. ആരും തടയില്ല വരാൻ. ബാപ്പു നിങ്ങൾ പോയി വരി, ഞാൻ അകത്ത് കയറിയിട്ട് ഇനി ശുദ്ധം പോണ്ട. നേരോതിരം കുതിച്ചു ചാടി വെട്ടി, ഓതിരം വെട്ടി, കയറി വെട്ടി, മാറി വെട്ടി, വെട്ടിയടച്ച് കടകം മറുകടകം തല നീട്ട്, അങ്ങനെ. ഇവനാണോ അത്? ആവും. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ജഗന്നാഥൻ എന്നാണ് പേര്. തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ്. എനിക്ക് തമ്പുരാനോടായി മാത്രം ചിലത് പറയാനുണ്ട്. കേൾക്കാൻ മനസ്സുണ്ടാവണം. പഴയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ വാങ്ങി പൊളിച്ച് വിൽക്കണ ബിസിനസ്സാണ് എൻ്റെത്. നല്ല മരപ്പണികളുള്ള ഒരു കോവിലക ഇവിടെ ഉണ്ടെന്നൊരു ചങ്ങാതി വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുടുക്കി വന്ന് ചാടിയത്. കുറച്ച് പൈസ അഡ്വാൻസും കൊടുത്തുപോയി. ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഇത്രയും വലിയൊരു ബിസിനസ് ആദ്യ. ബ്രോക്കർമാരുടെ കണക്ക് ശരിയാണെങ്കിൽ അവിടെ മരപ്പണി ഒരുപാടുണ്ട്. തേക്കും വീട്ടിയാകിലും വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല. എന്റെ കാശ് മുതലാവേണ്ടതാണ്. ബാംഗ്ലൂരിൽ നമ്മുടെ പഴയ വാതിലിനും ജാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ്. കല്ലും ഓടൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും. എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചാലേ ആ മണ്ണൊരു മര്യാദ വിളിക്കാൻ തമ്പുരാനെ തന്നേക്കാം. ആ മണ്ണിൽ എനിക്ക് താല്പര്യമില്ല. താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ? അതെ, അല്ലാതെ ഞാനിവിടെ കയറി താമസിക്കുക തമ്പുരാൻ. ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തൊട്ട് ചെയ്യാനാ? കെട്ടിടം പൊളിക്കാനാണെങ്കിൽ പിന്നെ താൻ എന്തിനാ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കണം? എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ. സ്ഥലം നമ്മുടെ കയ്യിലായാല് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാമല്ലോ. പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ. ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ? അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല് താൻ മുന്നോട്ട് പോയിക്കോ. രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല. എത്രയും വേഗം പൊളിക്കാനുള്ള പണി തുടങ്ങണം. മനസ്സിലായോ? പിന്നെന്താ, രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എനിക്കും പണിക്കാർക്കും ദാന്ന് പറയുന്ന ടൈം മതി. എനിക്ക് ധൈര്യമായിട്ട് പോവാലോ. പോവാം. കൊളപ്പുള്ളി അപ്പൻ ചെറ്റയാ, ഭൂലോക ചെറ്റ. അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? ഇനി ഇമ്പക്കെന്താ അപ്പനും അപ്പൂപ്പനും? ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. കോവിലകം ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും. ബാപ്പു ഇനി എന്നാ ദുബായിക്ക്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
ഒരാവശ്യം വരുമ്പോ ഫോൺ എടുത്ത് തങ്ങളങ്ങാടിക്ക് ഒരൊറ്റ വിളി, ബാപ്പോന്ന്. അടുത്ത സെക്കൻഡിൽ ബാപ്പു റെഡി. നന്ദകുമാർ സാർ ഇന്നലെയും വിളിച്ചിരുന്നു, കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുക. സർ, ഞാൻ എന്താ വേണ്ടത്? തിരിച്ച് ആ യെസ് യെസ്, ജെയിംസിന് പോവാം. നന്ദനും ഞാനും ഇല്ലാത്തതല്ലേ, ബാംഗ്ലൂരിൽ താൻ വേണം. നന്ദനെ വിളിച്ച് പറയണം ഇവിടുത്തെ കാര്യങ്ങൾ. ശരി സർ. ഞാൻ താമസം നാളെ തൊട്ട് കോവിലകത്തേക്ക് മാറ്റും. അതെന്നതാ സാറേ, ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ പഠിക്കാത്തോണ്ടാണോ? അല്ല പിള്ളേ, അതൊരു മോഹം. കുറച്ച് ദിവസമേ ഞാൻ ഇവിടെ കാണൂ, അതവിടെ ചെലവഴിച്ച് തീർക്കാം. ആരാ? ആ, ഗോവിന്ദൻകുട്ടിയാ? എന്താടോ, തല്ലാൻ വന്നാണോ? ഞാനൊരു 2 എണ്ണം കീറിപ്പോയല്ലോടോ. അതുകൊണ്ട് പ്രശ്നം തനിക്കാ. എനിക്ക് വിഷം ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല, അടി പടപടപടാന്ന് നടക്കും. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. കൊളപ്പള്ളിയുടെ ആളെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ട്. നീ തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. എടോ, ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട. വേണ്ട തമ്പുരാൻ, ഒരു ബാല്യക്കാരനായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ. കൊളപ്പള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലപൊക്കി നടക്കും. ഞാൻ തല്ലു മേടിച്ചിട്ടല്ലേ അക്കരച്ചാടി കൊളപ്പള്ളി സംഘത്തിൽ ചേർന്ന്. ഗോവിന്ദൻകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ.